സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതൊന്നും ചിലപ്പോൾ പൂർണ്ണമായിരിക്കില്ല, അല്ലേ? എല്ലാം തികഞ്ഞതായിരിക്കണം എന്ന് ചിലപ്പോൾ തോന്നും. അതൊരു സ്വാഭാവിക ചിന്തയാണ്. എന്നാൽ ആ ഒരു അപൂർണതയെ അംഗീകരിക്കുന്നതിലാണ് ശരിക്കുള്ള ജ്ഞാനം, ഒരുപക്ഷെ വിജയം പോലും എന്ന് പറയുന്ന ഒരു തത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ച. അതിലെ പ്രധാന ആശയം നഖ്സിന്റെ നിയമം, അതായത് ഈ നഷ്ടങ്ങൾ, കുറവുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. കൃത്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലോസ് അല്ലെങ്കിൽ ട്രങ്കേഷൻ എന്നൊക്കെ പറയാം. ഖുർആൻ അടിസ്ഥാനമാക്കി അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ ഒരു ഭാഗമാണെന്നാണ്, ഒഴിവാക്കാനാവാത്ത ഒന്ന്. ഈ ആശയം മനസ്സിലാക്കാൻ അദ്ദേഹം കഅബയുടെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ, അത് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതെ, കാരണം അത് ഏറ്റവും പവിത്രമായ സ്ഥലമാണല്ലോ. പ്രഭാഷണത്തിൽ പറയുന്നത് ഇബ്രാഹിം നബി പണിവ കഅബയ്ക്ക് കുറച്ചുകൂടി നീളമുണ്ടായിരുന്നു. ഓഹോ, ഇപ്പോഴുള്ള രൂപമല്ലായിരുന്നു. അല്ല, ദീർഘചതുരാകൃതിയിലായിരുന്നു. പിന്നീട് ഖുറൈശികൾ അത് പുനർനിർമ്മിച്ചപ്പോ സാമ്പത്തികമായ പരിമിതികൾ കാരണം അതിനെ ഇന്നത്തെ സമചതുരാകൃതിയിലേക്ക് ചുരുക്കേണ്ടി വന്നു. അപ്പോ ആ ഹത്തീം എന്ന് പറയുന്ന ഭാഗം? അതെ, ആ ഹത്തീം എന്ന ഭാഗം ശരിക്കും കഅബയുടെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ അത് പുറത്താണ്. അതൊരു നിലനിൽക്കുന്ന അപൂർണതയായിട്ട് അവിടെയുണ്ട്. എന്നിട്ട് അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. അബ്ദുള്ള ഇബ്നു സുബൈർ അത് പഴയ രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് യുദ്ധങ്ങളും കാര്യങ്ങളുമൊക്കെയായി അത് വീണ്ടും ഇപ്പോഴത്തെ രൂപത്തിലായി. പ്രഭാഷകൻ പറയുന്നത് ഇതൊരു ദൈവീകമായ തീരുമാനമാണെന്നാണ്. ആ അപൂർണത അവിടെ നിലനിൽക്കണമെന്നത്. അപ്പോ ലോകം മുഴുവൻ വരുന്ന തീർത്ഥാടകർക്ക് കാണാൻ വേണ്ടി ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തുപോലും ഒരു കുറവ് നിലനിർത്തുന്നു. എന്തിനാണത്? അതാണ് പോയിന്റ്. ഈ ലോകം അപൂർണമാണ്, ഇവിടെ നഷ്ടങ്ങളും കുറവുകളും ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണെന്നാണ് ഖാൻ വ്യാഖ്യാനിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പഠിക്കുക. ശരിയാണ്. ഈ ഒരു ചുരുക്കപ്പെടൽ അല്ലെങ്കിൽ നഖ്സ്, ഇത് ചരിത്രത്തിലും കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇന്ത്യ പാക് വിഭജനം ഒരു ഉദാഹരണമായി പറയുന്നു. രണ്ട് രാജ്യങ്ങൾക്കും അവരാഗ്രഹിച്ചതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടിയില്ല, ഒരു ചുരുങ്ങിയ രൂപമാണ് കിട്ടിയത്. ജിന്നയുടെ ആ പ്രതികരണം, വെട്ടിമുറിക്കപ്പെട്ട പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. അതെ, ആ ഒരു അതൃപ്തി, ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള മടി, അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നും പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നു. ഫലസ്തീന്റെ കാര്യവും ഇതുപോലെയാണോ പറയുന്നത്? അവിടെയും വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ചുരുങ്ങിയ രാഷ്ട്രം പോലും വേണ്ടെന്ന് വെച്ചത്, ആ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തയ്യാറാവാഞ്ഞത്, അതാണിപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊരു കാരണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, ലോകം മുഴുവൻ കിട്ടിയില്ല എന്നുള്ളത്. അതെ, അതും ഈ നിയമത്തിന്റെ ഭാഗമാണ്. എത്ര വലിയവനായാലും ഈ ലോകത്തൊരു പരിമിതിയുണ്ട്, ഒരു നഖ്സുണ്ട് എന്നതിന്റെ ഉദാഹരണം. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ട് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചതുകൊണ്ട് വിജയിച്ചതിന്റെ ഉദാഹരണവും പ്രഭാഷണത്തിലുണ്ടല്ലോ, സിംഗപ്പൂർ. ശരിയാണ്. സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ ശരിക്കും വളരെ പരിമിതമായ ഒരു സാഹചര്യമായിരുന്നു, ഒരു ചുരുങ്ങിയ രാഷ്ട്രം. പക്ഷേ അവരാ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ആ കുറവിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് ചിന്തിച്ചു, വികസനത്തിൽ ശ്രദ്ധിച്ചു. അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. അതെ. അപ്പോ ഈ തത്വം രാജ്യങ്ങൾക്ക് മാത്രമല്ല, വ്യക്തികൾക്കും ബാധകമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നമ്മുടെ ജോലിയില്, കുടുംബത്തില്, ജീവിതത്തില് എല്ലായിടത്തും ഈ നഖ്സുണ്ടാവാം. ഈ യാഥാർത്ഥ്യത്തോട് പൊരുതാൻ ശ്രമിക്കുന്നത് അത് പ്രശ്നങ്ങളിലേക്കേ നയിക്കൂ എന്നാണോ? അതെ, അത് അക്രമത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും അവസാനം പരാജയത്തിലേക്കും നയിക്കുമെന്നാണ് ഖാന്റെ മുന്നറിയിപ്പ്. ശരി. അപ്പോ എന്തുകൊണ്ടാണ് ഈ ചുരുക്കപ്പെടൽ അല്ലെങ്കിൽ നഖ്സൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ഫ്രീ വില്ലുമായി ഇതിനെ എങ്ങനെയാ ബന്ധിപ്പിക്കുന്നത്? പ്രഭാഷകൻ പറയുന്നത് മനുഷ്യന് ദൈവം ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ഫ്രീ വിൽ. അപ്പോ മനുഷ്യന്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ, അതൊക്കെ ലോകത്ത് സംഘർഷങ്ങൾക്ക് കാരണമാകും. ഓഹോ. ഈ സംഘർഷങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന ഭൗതികമായ നഷ്ടങ്ങൾ, കുറവുകൾ, ഈ ചുരുക്കപ്പെടൽ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക. ഭൗതികമായ കാര്യങ്ങളിൽ ഒരു സ്റ്റാറ്റസ് കോയിസ്റ്റ് സമീപനം സ്വീകരിക്കുക. എന്നിട്ട് നമ്മുടെ ഊർജം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ, ദവത്ത് പോലെ. അതെ. പിന്നെ ക്ഷമിക്കുക, സബർ പാലിക്കുക. ഖുർആൻ
ക്ഷമയ്ക്ക് വലിയ പ്രതിഫലം പറയുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നഷ്ടങ്ങളെയും കുറവുകളെയും ഒരു ബലഹീനതയായിട്ടല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായി കണ്ട് അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നത്, അതാണ് ശരിയായ സമീപനം എന്നാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. അതൊരു ബലഹീനതയല്ല, അതൊരു വിവേകമാണ്. ദൈവത്തിന്റെ ഒരു പ്ലാനിനോട് ചേർന്നു പോകലാണ്. സമാധാനത്തിനും വിജയത്തിനും അതാണ് നല്ലതെന്നും ഖാൻ പറയുന്നു. ഈ തത്വം മനസ്സിലാക്കാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം കരുതുന്നു. വ്യക്തിപരമായും സാമൂഹികമായും. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ആ പ്രധാന ആശയം നമുക്ക് ഓർമ്മിക്കാം. ജീവിതത്തിൽ അപൂർണതകൾ ഉണ്ടാകും, അതൊരു യാഥാർത്ഥ്യമാണ്. കാബയുടെ ഇപ്പോഴത്തെ രൂപം പോലും അതിനൊരു വലിയ തെളിവായി നിലനിൽക്കുന്നു. അതെ. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു കാര്യം ചോദിക്കട്ടെ? തീർച്ചയായും. ഏറ്റവും പവിത്രമെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥലം പോലും ഈ ലോകത്ത് ഒരു ചുരുങ്ങിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ ചെറുതും വലുതുമായ അപൂർണതകളെയും നഷ്ടങ്ങളെയും ഈയൊരു കണ്ണിലൂടെ കാണാൻ ശ്രമിച്ചാൽ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും മുന്നോട്ടുള്ള വഴിയെയും എങ്ങനെ മാറ്റിയേക്കാം? നല്ല ചോദ്യമാണ്. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളോട് ഇങ്ങനെ പോരടിക്കുന്നത് നിർത്തുമ്പോൾ, ഈ പ്രഭാഷണം സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് മുന്നിൽ വേറെ എന്ത് സാധ്യതകളാണ് തുറന്നു കിട്ടുക? അതൊന്നാലോചിച്ചു നോക്കൂ.